ഹലോ, ഞാൻ ഉണ്ടാക്കുന്ന നല്ല ചെമ്മീൻ ഫ്രൈ ആണ്. ഞാൻ ചെമ്മീൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ചധികം കുരുമുളക് പൊടി ഇടുന്നുണ്ട്. ഇതൊരു ചെറിയ കുട്ടി വ്ളോഗാണ് കേട്ടോ, ചെമ്മീൻ ഫ്രൈൻ്റെ. ഇനി ഇതിലേക്ക് കുറച്ച് കാശ്മീരി ചില്ലി പൊടിയും കൂടി ഇടുന്നുണ്ട്, കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അതിന് ശേഷം ഞാൻ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുത്തു. ഗരം മസാല ഇട്ടതിന് ശേഷം ഞാൻ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തു. വളരെ കുറച്ച് മതി കേട്ടോ മുളക് പൊടി, കാരണം ഞാൻ കൂടുതൽ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് എരിവുണ്ടാവും. അപ്പോൾ ഞാൻ കുറച്ച് മുളക് പൊടി ലേശം കുറച്ചിട്ടാണ് ഇട്ടത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിന് ഏതാണോ ഇഷ്ടം അത്. കുറച്ച് മഞ്ഞൾപ്പൊടി കൂടുതലായി കഴിഞ്ഞാൽ നല്ല മഞ്ഞ കളർ വരും. അതിന് ശേഷം ഞാൻ കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ച് മാത്രമേ. ഓവറായിട്ട് മസാലയുടെ ആവശ്യമില്ല. പിന്നെ ആവശ്യത്തിന് വേണ്ട ഉപ്പിട്ടു, ആവശ്യത്തിന് വേണ്ട ഉപ്പിട്ടു. എന്നിട്ട് അതിന് ശേഷം ഞാൻ കുറച്ച് ചിക്കൻ മസാലയും കൂടി ഇടുന്നുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുത്തു. അതിന് ശേഷം കോൺഫ്ലവർ ഇട്ട് കൊടുക്കുക. കുറച്ച് കോൺഫ്ലവറിൻ്റെ പൊടി, കുറച്ച് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. ഫ്രൈ ചെയ്യുന്ന സമയത്ത് കുറച്ച് സോഫ്റ്റ് ഉണ്ടാവും. നമ്മൾ ചിക്കനൊക്കെ ഇടാറില്ല, ചിക്കൻ പൊരിക്കുമ്പോഴൊക്കെ നമ്മൾ കോൺഫ്ലവർ ചേർക്കാറുണ്ട്. അതിന് ശേഷം നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തേക്കണത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മൂലയൊന്നും വിടാതെ എല്ലായിടത്തും നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതാക്കും. അതിൻ്റെ കൊമ്പ് കുത്തുന്നുണ്ട് കേട്ടോ, ശരിക്കും കട്ട് ചെയ്തിട്ടില്ല കൊമ്പൊന്നും, അതുകൊണ്ട് കയ്യിൽ നന്നായിട്ട് കൊള്ളുന്നുണ്ട്. സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്യാം. അതിനുശേഷം ഞാൻ ഗ്യാസ് സ്റ്റൗ ഓൺ ചെയ്തു, പാൻ വെച്ചിട്ട് ഒന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഞാൻ എടുക്കാറ്. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയാൽ വേറൊരു ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ആദ്യം വെളിച്ചെണ്ണ ജസ്റ്റ് തൂക്കി കൊടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഞാൻ ആ പാനിലേക്ക് കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഫ്രൈ ആവാൻ വേണ്ട വെളിച്ചെണ്ണ, ഓവറായിട്ട് മുങ്ങിക്കിടക്കണമെന്നില്ല. ഇങ്ങനൊരു പാൻ ആയതുകൊണ്ട് മുങ്ങിക്കിടക്കേണ്ട ആവശ്യമില്ല. ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ചെമ്മീൻ അതേപോലെ വിട്ട് ചെമ്മീൻ്റെ ഇട്ട് കൊടുക്കുക. ഞാനൊരു കാര്യം പറയാൻ മറന്നു, ഞാൻ ഉള്ളി ഇട്ടിട്ടുണ്ടായിരുന്നു മിക്സ് ചെയ്യണതിൻ്റെ മുന്നേ. ആ മസാലയ്ക്ക് ഈ ചെമ്മീൻ്റെ ഒപ്പം നീളത്തിൽ സവാള വലിയ ഉള്ളി എടുത്തിട്ട് നീളത്തിൽ അരിഞ്ഞു കൊടുക്കുക. എന്നിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ആ ഉള്ളിയിലും കൂടി മസാലയായി കിടക്കും. അപ്പോൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അത് മറക്കരുത് ചെയ്യുന്ന സമയത്ത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റാണ് നമുക്ക് ആ ഫ്രൈ ചെയ്യുന്ന സമയത്ത്. ചെമ്മീൻ ഇങ്ങനെ കടിക്കുന്ന സമയത്ത് ഉള്ളിയും കൂടി അത് കടിക്കുമ്പോൾ പ്രത്യേകം നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കി നോക്കൂ. ഞാൻ പറയാൻ വിട്ടതാണ്. ഇതൊക്കെ മറിച്ചിട്ട് കൊടുക്കുക, ഓരോന്നായിട്ട് മറിച്ചിട്ട് കൊടുക്കുക. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്, ഒപ്പം വായയിലും വെള്ളം വരുന്നുണ്ട്. നല്ല ടേസ്റ്റി ഫ്രൈ ആണ് കേട്ടോ. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല, ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങളെല്ലാവരും. നല്ല അടിപൊളി ടേസ്റ്റാണ് ചെമ്മീൻ ഫ്രൈ, അതായത് പ്രോൺ ഫ്രൈ. നല്ല ടേസ്റ്റാണ് കേട്ടോ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കൂ. അപ്പോൾ ഏകദേശം നമ്മുടെ ചെമ്മീനൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട് കേട്ടോ. നല്ല സ്മെല്ലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നല്ല സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിത് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ സെർവ് ചെയ്യാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ആ ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്താൻ മറക്കണ്ട. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഈ വീഡിയോ. Bye. Thanks for watching.